ആശംസകൾ എല്ലാവർക്കും അറിയാം. വി. സതീശൻ എന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഒരത്ഭുതമാണ്. മന്ത്രിയാകുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ്, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത്രയധികം ജനപ്രിയം നേടിയ മറ്റൊരാളും കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ആ ജനപ്രീതി അദ്ദേഹത്തിന്റെ സ്വഭാവം ഇടപെടലുകൾ കൊണ്ടും ഉണ്ടായതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ 4 വഴികൾ കടന്നു പോകണം. 1 ശ്രദ്ധ, 2 യജ്ഞം, 3 ഉപാസന, 4 നമ്മൾ എത്തിച്ചേരുന്ന ജ്ഞാനാധികാരം എന്ന പദവുമായി വരും. ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. എന്താണ് തന്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. രണ്ടാമതായി യജ്ഞമാണ്. ആഗ്രഹിച്ചാൽ മാത്രം ഒന്നും നേടാൻ സാധ്യമല്ല. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ആ യജ്ഞം നിസ്സാരമല്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് എതിർപ്പുകൾ നേടേണ്ടി വരും. എന്നാലും ഒട്ടും പതറാതെ തന്റെ ലക്ഷ്യത്തിൽ മുന്നേറാനായിട്ട് എത്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകഴിഞ്ഞാൽ ഉപാസന, നമ്മുടെ ലക്ഷ്യത്തെ ഉപാസിക്കുക. അവിടെയാണ് നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനാധികാരം എന്ന പദം നിർത്തും. അത് ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ നേടുന്ന അധികാരം. ഞാനീ പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ മനസ്സിലുള്ളത് മോഹൻലാൽ തന്നെയാണ്. ശ്രദ്ധയും യജ്ഞവും ഉപാസനയും കൊണ്ടാണ് അത് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത്. ഇന്നും ഇത്രയും തിരക്കിലും രാവിലെ 6 മണിക്ക് ഒരു ഷോട്ട് എടുക്കണം എന്ന് എല്ലാവരോട് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹം 6 മണിക്ക് നിർദ്ദേശിക്കുക. അവിടെ അദ്ദേഹം പ്രശസ്തിയോ സമയത്തോ ഒന്നും പ്രശ്നമാവില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ തന്റെ കർമ്മപഥത്തിൽ യാതൊരു പകർച്ചയുമില്ലാതെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി. സതീശൻ. എനിക്ക് ഒരു അനുഭവമുണ്ട്. ഇവിടെ നിങ്ങൾ എൻ്റെ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞു സംവിധാനത്തിന് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് 26 സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ്. ഈ 26 സിനിമകളിൽ പകുതിയധികം പരാജയങ്ങളായി, സാമ്പത്തിക പരാജയങ്ങളായി. ഓരോ സിനിമകളും പരാജയപ്പെടുമ്പോൾ പ്രദർശനമുണ്ടാകും. പക്ഷേ അവിടെ തലമുടിക്കാതെ മുന്നോട്ട് പോവുകയും എതിർപ്പുകളിലൂടെ മുന്നോട്ട് പോവുകയും ഇപ്പോഴും സാമാന്യ മാധ്യമത്തോടുകൂടി ജീവിച്ചിരിക്കുകയും ഈ പ്രായത്തിന് അതിന് കാരണം ഞാൻ വായിച്ച ഒരു അനുഭവ കഥ. ഇന്ത്യയിലെ പ്രശസ്ത തത്വജ്ഞാനിയും രാഷ്ട്രീയ നേതാവായിരുന്ന ഡോക്ടർ കെ. മുൻഷി ഭാരത വിദ്യാഭവൻ സ്ഥാപിച്ചാണ്. കെ. മുൻഷിയുടെ ഒരു ചെറിയ മാസിക ഈ ഭാരത വിദ്യാഭവൻ ഭവൻ സുധാകരൻ എന്നാണ്. അതിൽ വന്നൊരു അനുഭവ കഥയാണ്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ പകർത്താവുന്ന കഥയാണ്. ഒരു തീവണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. അയാൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് എല്ലാം തകർന്നു. പണമില്ലാതായി, ദുഃഖിതനായി, നാട്ടിൽ നിൽക്കാൻ കഴിയാതായി. അങ്ങനെ എവിടേക്ക് പോകണമെന്നറിയാതെ നാടുവിടുകയാണ്. അത് അദ്ദേഹം കരയുന്നു, എല്ലടിച്ച് കരയുന്നു, പഴയ കാലം ഓർക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ തൊട്ട് എതിരിൽ വേറൊരു യാത്രക്കാരൻ ഈ ഇദ്ദേഹത്തിന്റെ വൈകാരിക ഭാവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം
നിശബ്ദനായിട്ടിരിക്കുന്ന നിസ്സംഗനായിട്ടിരിക്കുന്ന അദ്ദേഹം നമ്മുടെ കഥാപാത്രത്തെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ കരയുന്നവനാണ്, എന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, എന്റെ ബിസിനസ് തകർന്നുപോയി, നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നാട് വരികയാണ്. എന്നിട്ട് അദ്ദേഹം ഈ എതിർഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, താങ്കൾ ഭാഗ്യവാനാണ് അല്ലേ? താങ്കൾ ജീവിതത്തിൽ വിജയിച്ചാലാണ് താങ്കളുടെ ചിരി ഉണ്ടാകുക. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, അല്ല, ഞാൻ നിങ്ങളെക്കാൾ തകർന്നതാണ്. നിങ്ങൾക്ക് വ്യവസായം നഷ്ടപ്പെട്ടുള്ളൂ, പക്ഷെ എനിക്ക് എന്റെ വ്യവസായം നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ചു, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അയ്യോ, അർത്ഥമായിരിക്കില്ല, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിസ്സംഗനായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഉപദേശം തരാം. തകർച്ചയിൽ ഒരിക്കലും കിട്ടിക്കൊള്ളു. ഏത് തകർച്ചയെയും സർവ്വതയോട് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ്? അപ്പോ സുഹൃത്ത് പറഞ്ഞു, സഹയാത്രയും പറഞ്ഞു, ജമ്പ് അറ്റ് ദ കറക്റ്റ് ടൈം യു ക്യാൻ ക്യാച്ച് ഇറ്റ്. കൃത്യസമയത്ത് ചാടിയാൽ കൂടെയുള്ളതിൽ പിടിക്കാൻ സാധിക്കും. അപ്പോ അതെങ്ങനെ കൃത്യസമയത്താണ് എങ്ങനെ തിരിച്ചറിയുക? അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, കീപ് ഓൺ ജമ്പിങ്, കീപ് ഓൺ ജമ്പിങ്. ചാടിക്കൊണ്ടേയിരിക്കുക, ഒരിക്കലും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ യാത്രയിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, കീപ് ഓൺ ജമ്പിങ്. കാരണം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ നന്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം, അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ആളിനെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താണ്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ്. അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തതിന് പ്രകടനമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം പരാജയപ്പെടും. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അങ്ങനെ ആളല്ല എന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് സംബന്ധിക്കാൻ. ഞാൻ രാജാവാണ്, ഞാൻ കേരളത്തിലെ രാജാവാണ്, എല്ലാവരെയും പറയുന്നു എന്ന് വിചാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയല്ല. നമുക്ക് വളരെ ഒപ്പിക്കേണ്ടി വരും, വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നേതാവും ഒരു മന്ത്രിയും രാജാവാണ്. 1914 ഒക്ടോബർ 31 1914 ഒക്ടോബർ 31 അതായത് ഏകദേശം 76 അത്രയും വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിലെ പെരുമ എന്ന സ്ഥലത്ത് മണ്ണത്ത് വീട്ടിൽ പത്മനാഭപിള്ള എന്നതാണ് അദ്ദേഹത്തിന്റെ 10-14 സ്നേഹിതരുമായി ചേർന്ന് ഒരു നിലവിളക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ മണ്ണത്ത് പത്മനാഭപിള്ളയുടെ അന്ന് പത്മനാഭപിള്ളയാണ് പത്മനാഭപിള്ളയുടെ അമ്മ കൊളുത്തിയ നിലവിളക്കിന് ചുറ്റും നിന്ന് അഗ്നിയിലേക്ക് കൈകൾ നീട്ടി പ്രതിജ്ഞ. എന്താണ്? നമ്മൾ നായർ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ കൂട്ടത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കേട്ടാൽ അത്ഭുതം തോന്നും. അപ്പോൾ ഒരു വർഗീയതയുടെ ചിഹ്നമായിട്ടല്ല നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയത്. ആ സംഘടനയ്ക്ക് മണ്ണൂർക്കാരിട്ട പേര് നായർ പ്രത്യേക സംഘം. നായർ പ്രത്യേക സംഘം. ഈ നായർ പ്രത്യേക സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റിയായി അത് മാറിയത്. അപ്പൊ നായർ
ബഹുജന സംഘം ആയി തുടങ്ങിയ ആ സംഘടന ഇപ്പോൾ എന്തവസ്ഥയിലാണ്? അവിടെ കസേരയിലിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിന് വൃത്തിയിലാക്കണോ പെരുമാറുന്നത്? അല്ല, രാജാവാണ്. കാരണം നമ്മുടെ സാമൂഹ്യ കക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാജയം എന്താണ്? ജനങ്ങളായിരിക്കണം നമ്മുടെ മുമ്പിൽ. ജനങ്ങളില്ലെങ്കിൽ ഒരു നേതാവുമില്ല, ഒരു മന്ത്രിയുമില്ല. ഈ സത്യം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നല്ല ഭരണാധികാരം കഴിയും. നല്ല ഭരണാധികാരം ഈ സത്യം മനസ്സിലാക്കുന്ന ആളാണ് ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാളാണ് ശ്രീ വി ഡി സതീശൻ എന്ന് ഞാൻ തിരിച്ചറിയും. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെന്ന് കഴിയാം. കാരണം ഈ കഴിയുകയൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ട് എന്റെ ഇളയ സഹോദരനായി കരുതുന്ന ശ്രീ വി ഡി സതീശന് ഞാൻ വിജയം നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു. അദ്ദേഹത്തിന്റെ വഴിയുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും പോയി പറയട്ടെ. അദ്ദേഹം വിജയശ്രീകാരനായി 5 വർഷം പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.